Hi students, welcome to the continuation of the chapter. Amongst all the short-sighted Indian rulers, what is the meaning of short-sighted? ദീർഘവീക്ഷണമില്ലാത്ത ഷോർട്ട് സൈറ്റ് ഹ്രസ്വദൃഷ്ടിയുള്ള ആളുകൾ, അത് ഇന്ത്യൻ റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണാധികാരി. There was once a ruler of Mysore. Amongst all the short-sighted of Indian rulers, there was one ruler of Mysore. ഇങ്ങനെ ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളുടെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ, who understood their policy and fought against them till his last moment. അപ്പോൾ എന്ത് ചെയ്തു? ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഭരണാധികാരി എന്ത് ചെയ്തു? ഇവരുടെ യഥാർത്ഥ നയങ്ങളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ യഥാർത്ഥ നയങ്ങളും അവരുടെ നീക്കങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ അവസാന നിമിഷം വരെ ആര് പോരാടി? ടിപ്പു സുൽത്താൻ എന്ന മൈസൂരിലെ ഇന്ത്യൻ ഭരണാധികാരി പോരാടി. So have you heard about Tipu Sultan? He is the greatest hero against the British rule in India. The Indians, however, had varied opinions and reaction. The first set of people were very happy with the Britishers and were also grateful. Grateful means thankful. Grateful. What is the meaning of grateful? Thankful. That means നന്ദിയുള്ളവർ. Grateful because they thought peace could finally prevail. They thought it put an end to war and looting by things. On the other hand, people saw what was actually happening. They knew that even if some of the princes were cruel, they were at least of their land. They had realized that they were no slaves of Englishmen. Englishmen means British people of British East India Company. The Indians, however, had varied opinions and reaction. So the Indians have different opinions and reactions. എന്താണ്? ഇന്ത്യക്കാർക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. The first set of people were happy with the Britishers and were also grateful because they thought peace could finally prevail. ആദ്യത്തെ ആളുകൾ എന്തായിരുന്നു? ബ്രിട്ടീഷുകാരോട് വളരെയധികം താല്പര്യമുള്ളവരും നന്ദിയുള്ളവരും. ഗ്രേറ്റ്ഫുൾ മീൻസ് നന്ദിയുള്ളവരും ആയിരുന്നു. അവര് കാരണം എന്താണ്? അവസാനം ഒരു ദിവസം സമാധാനം അവർക്ക് ലഭിക്കുമെന്ന് അവർ ചിന്തിച്ചു. They thought it put an end to war and looting by thugs. അവരെന്താണ് വിചാരിച്ചത്? പരസ്പരം ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരുടെ വരവോടെ അവസാനിക്കുകയും പരസ്പരം കൊള്ളയടിക്കുന്ന ഈ ഒരു അവസരം അവസാനിക്കും. കാരണം ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞാൽ രാജാക്കന്മാർ തമ്മിലുള്ള ഇന്ത്യൻ റൂളേഴ്സ് തമ്മിലുള്ള ആ ഒരു പരസ്പരമുള്ള യുദ്ധങ്ങൾ അവസാനിക്കുകയും കാര്യങ്ങൾ ശരിയാകുകയും ചെയ്യുമെന്ന് അവർ തീരുമാനിച്ചു. ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു വശത്ത് പീപ്പിൾ സോ വാട്ട് വാസ് ആക്ച്വലി ഹാപ്പനിങ്. പക്ഷെ മറ്റു ചില ആളുകൾക്ക് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ മനോഭാവം എന്താണെന്ന് അറിയാമായിരുന്നു. തന്റെ രാജ്യം, നമ്മളുടെ രാജ്യം അവരുടെ കാൽ കീഴിലാക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് മറ്റു ചില ആളുകൾ മനസ്സിലാക്കി. They knew that even if some of the princes were cruel, they were at least of their land. They knew that even some of the princes were cruel. അവർ ഒരു കാര്യം മനസ്സിലാക്കി, വിചാരിച്ചു. ഈ രാജാക്കന്മാർ ദുഷ്ടരാണെങ്കിലും തങ്ങളുടെ നാട്ടിൽ നിന്നുള്ള നാട്ടുകാരാണല്ലോ എന്നുള്ള ഒരു പരിഗണന ഈ രാജാക്കന്മാർക്ക് കൊടുത്തു. They had realized that they were no slaves of Englishmen. അവർ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. ഒരിക്കലും ഇംഗ്ലീഷ് ഭരണാധികാരികളുടെ അടിമകളല്ല ഞങ്ങൾ എന്ന് മനസ്സിലാക്കിയ കുറെ ഇന്ത്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരുടെ ഇടയിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു ജനത വിശ്വസിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ വരവോടെ എന്തിനൊരു അവസാനം ഉണ്ടാവുമെന്നാണ് വിശ്വസിച്ചത്. നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള പരസ്പരമുള്ള യുദ്ധങ്ങൾ അവസാനിച്ച് നാട്ടിൽ സമാധാനം ഉണ്ടാവുമെന്ന് അവർ വിശ്വസിച്ചു. ഒപ്പം മറ്റു ചില ആളുകൾ മനസ്സിലാക്കി നാട്ടുരാജ്യത്തെ രാജാക്കന്മാർ ഭരണാധികാരികൾ ദുഷ്ടരാണെങ്കിൽ പോലും അവർ തങ്ങളുടെ നാട്ടിൽ നിന്നുള്ളവരാണെന്നും യഥാർത്ഥ ബ്രിട്ടീഷുകാരുടെ മനോഭാവം ഈ നാടിനെ അവരുടെ അടിമത്തത്തിലേക്ക് തള്ളിവിടുവാനുള്ള ഒരു പദ്ധതിയാണെന്നും ചില ആളുകൾ മനസ്സിലാക്കി. Third, British rule 1765 to 1836.
preached that means publicly proclaim or teach, and preached means എന്ന് പറഞ്ഞാൽ എന്താണ്, preach ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പഠിപ്പിക്കുക. preach എന്ന് പറഞ്ഞാൽ എന്താണ്, publicly proclaim, പരസ്യമായിട്ട് proclaim means വിളംബരം ചെയ്യുക അല്ലെങ്കിൽ പഠിപ്പിക്കുക. untouchability means മലയാളം we will say തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അതാണ് untouchability. the practice of obstructing, excluding a minority group of segregating them from the mainstream by social custom or legal mandate. അതായത് തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആളുകളെ അകറ്റി നിർത്തുന്നതിനെയാണ് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. scorned, feel or express contempt or disdained. merchants means a person or a company involved in wholesale trade, especially on dealing with the foreign countries or supplying goods to a particular trade. arrears എന്ന് പറഞ്ഞാൽ എന്താണ്, കുടിശ്ശിക, എന്താ പണം കൊടുക്കുവാനുള്ള കുടിശ്ശിക, അതിനാണ് അരിയേഴ്സ് എന്ന് പറയുന്നത്. മണി ദാറ്റ് ഈസ് ഓൺഡ് ആൻഡ് ഷുഡ് ഹാവ് ബീൻ പെയ്ഡ് ബൈ earlier. ഇന്നെവിറ്റബിൾ ആസ് ഇറ്റ് സർട്ടൻ ടു ഹാപ്പൻ, അൺഅവോയ്ഡബിളി, ഒഴിച്ചുകൂടാനാവാത്തത്. ഫാമൈൻസ്, എക്സ്ട്രീം സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ക്ഷാമം എന്നാണ് ഫാമൈൻസിന്റെ മലയാളം അർത്ഥം. ക്രിപ്പിൾ, കോസ് സമ്മൺ ടു ബിക്കം അൺഎബിൾ ടു വർക്ക് ഓർ മൂവ് പ്രോപ്പർലി, എന്താണ് ഞൊണ്ടി നടക്കുക, അതിനെയാണ് നമ്മൾ ക്രിപ്പിൾ എന്ന് പറയുന്നത്. These years led to the rise of widespread myths and taboos like untouchability. myths എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ഊഹാപോഹങ്ങൾ, അതുപോലെ തന്നെ എന്താ ടാബൂസ് ആൻഡ് ലൈക്ക് അൺടച്ചബിലിറ്റി. ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശൈശവ വിവാഹം. ഇൻഫീരിയറിറ്റി ഓഫ് വുമൺ എക്സെട്ര, സ്ത്രീകളെ എന്താണ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചപ്പാട്, ഇതൊക്കെ ഈ സമയത്താണ് ഉണ്ടായിരുന്നത്. അവർ ഓൺ റിലീജിയസ് ലീഡേഴ്സ് ടോട്ട് എവരിവൺ ദ ഐഡിയ ഓഫ് അൺടച്ചബിലിറ്റി. മതപുരോഹിതന്മാർ തന്നെയാണ് എന്താണ്, ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ പരസ്പരം അകറ്റി നിർത്തുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തത്. Untouchability refers to the practice of abstaining, excluding the minority group by segregating them from the mainstream by social custom or legal mandate not outlined in India. എന്താണ്, ജാതിയുടെയോ മതത്തിന്റെയോ സാമൂഹിക അവസ്ഥയുടെയോ അടിസ്ഥാനത്തിൽ ആളുകളെ പരസ്പരം വേർതിരിക്കുന്ന സമ്പ്രദായത്തെയാണ് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. They were not allowed to come near those who considered themselves to superior. എന്താണ്, സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വരാൻ പോലും ഈ താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകളെ അന്നത്തെ കാലത്ത് സമ്മതിച്ചില്ല. Not allowed in temples and the list how they were discriminating against the deprived or the basic rights goes on. എന്താണ്, അവരെ അമ്പലത്തിൽ കയറ്റുവാനും അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ അടിസ്ഥാനപരമായ അവകാശങ്ങൾ നിർവഹിക്കാൻ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അൺടച്ചബിലിറ്റി മൂലം ആ ആളുകൾക്ക് സമ്മതിച്ചില്ല. The religious leaders even preached that people who cross the sea will no longer belongs to their religion. അപ്പോഴത്തെ ആ ഒരു സാമൂഹിക അവസ്ഥയിൽ അന്നത്തെ കാലത്ത് മതപുരോഹിതന്മാർ തന്നെ ഒരു കാര്യം പഠിപ്പിച്ചിരുന്നു, എന്താണ്, കടൽ കടക്കുന്ന ആളുകൾ ഒരിക്കലും പിന്നീട് തങ്ങളുടെ മതത്തിൽ ഉണ്ടായിരിക്കുകയില്ല, തങ്ങളുടെ മതത്തിന്റെ ഭാഗമായിരിക്കുകയില്ല എന്നവർ പറഞ്ഞു. Women were considered the root cause of a lot of problems like poverty and other miseries. മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷാമങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ കാരണം സ്ത്രീകളാണെന്നും അവർ പഠിപ്പിച്ചു. This is the reason why teenage girls were forced to marry, thereby leading to child marriage, not outlawed in India. എന്താണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പെൺകുട്ടികൾ സമൂഹത്തിനൊരു ബാധ്യതയാണ്, കുടുംബത്തിനൊരു ബാധ്യതയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് മൂലം എന്താണ്, ശൈശവകാലത്ത് തന്നെ പല പെൺകുട്ടികൾക്കും എന്താണ് വിവാഹത്തിലേക്ക് പോകേണ്ടി വന്നു. These practices were not only being done but were also being promoted. ഇതൊക്കെ എന്താണ്, നമ്മുടെ നാട്ടിൽ നടന്നത് മാത്രമല്ല, അതൊക്കെ വളരെയധികം രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. The British started looking down upon Indians and intimated brainwashing the rulers against them. The British started looking down upon Indians. എന്താണ്, ബ്രിട്ടീഷേഴ്സ് എന്ത് തന്നെ ചെയ്തു, എന്താണ് അവർ ചെയ്ത മറ്റൊരു കാര്യം, ഇന്ത്യക്കാരായ നല്ല ആളുകളെ എന്ത് ചെയ്തു, ബ്രെയിൻ വാഷ് ചെയ്ത് അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ അവർ ഇന്ത്യക്കാരായ ആളുകളെ സ്വാധീനിക്കുകയും ചെയ്തു. They aligned that Indians were not worthy of trust and incapable of honesty. This was the way of making native slaves and getting control over them. They alleged that Indians were not worthy of trust. ഇന്ത്യക്കാരായ ആളുകളെ വിശ്വസിക്കാൻ പറ്റാത്തതെന്നും ഇന്ത്യൻസ്കാർ സത്യസന്ധരല്ലെന്നും അവർ പറഞ്ഞു വരുത്തി. This was the way of making the native slaves and getting control over them. അങ്ങനെ ഇന്ത്യക്കാരെ തങ്ങളുടെ അടിമകളാക്കുകയും അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു.
Not only this, the British merchant levied heavy taxes on the poor farmers in greed of immediate profit. മറ്റൊരു കാര്യം കൂടി ചെയ്തു. എന്താണ്? ഇന്ത്യക്കാരായ പാവപ്പെട്ട കർഷകരുടെ മേൽ അവർ അമിത നികുതി ചുമത്തി. As a result, the farmers had to give up their land. Give up means എന്താണ്? ഉപേക്ഷിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു? The farmers had to give up. അവർക്ക് എന്ത് ചെയ്തു? ഫാർമേഴ്സ് കൃഷിക്കാർക്ക് എന്ത് ചെയ്തു? അവർക്ക് എന്താണ്? അവരുടെ കൃഷിസ്ഥലങ്ങൾ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. If this was not enough, that they even threatened the farmers to imprison them if they did not clear their arrears. എന്താണ്? ടാക്സ് ആയിട്ട് വലിയ ഒരു എമൗണ്ട് കൊടുക്കാൻ കുടിശ്ശികയുണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടുമെന്നും ബ്രിട്ടീഷുകാരെ ഭീഷണിപ്പെടുത്തി. ഫോർ എക്സാമ്പിൾ, they continuously found way of to exploit the people and earn profit. എന്താണ്? ലാഭം ഉണ്ടാക്കുവാൻ ഒരുപാട് മാർഗങ്ങൾ അവർ നിരന്തരമായിട്ട് പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. They continuously found the way of exploit the people and earn profit. For example, the goods manufactured in England were being imported to India and no import duty was levied on them. എന്താണ്? ഇംഗ്ലണ്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും അതിന് എന്താണ്? നികുതി ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. The England produce was sold at high price where the Indian produce was taken away at much less price. ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് നമ്മുടെ ഇന്ത്യൻ വിപണികളിൽ വലിയ വിലയ്ക്ക് വിൽക്കുകയും നമ്മുടെ ഇന്ത്യയിലെ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് അത് ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തു. Then the England produce was sold at high price and there the Indian produce was taken away with less price, increasing poverty means ദാരിദ്ര്യം and misery of farmers. അതെന്തിനു ചെയ്തു? നമ്മുടെ കർഷകരുടെ ദാരിദ്ര്യം ഒരുപാട് കൂട്ടാൻ ഒരുപാട് കൂട്ടി. അതുപോലെ തന്നെ എന്താണ്? ഒരുപാട് കഷ്ടതകൾ നമ്മുടെ കർഷകർക്ക് ഉണ്ടാകുകയും ചെയ്തു. Not only this, such policies of the British East India Company destroyed the Indian industry. അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ നയങ്ങൾ ഇന്ത്യയുടെ വ്യവസായശാലകളെ തകർത്തു. Small business and individual artisans were ruined. ചെറുകിട കച്ചവടക്കാരും ഒക്കെ എന്താണ്? സ്മോൾ ബിസിനസ് ചെറുകിട കച്ചവടക്കാരും ഇൻഡിവിജ്വൽ ആർട്ടിസൻസ് കരകൗശല വിദഗ്ധരും ഒക്കെ ഒരുപാട് ചൂഷണം ചെയ്തു. ruined means ചൂഷണം ചെയ്യുക. I hope all of you have understood this chapter.